മാന്യ പ്രേക്ഷകരെ നമസ്കാരം. ന്യൂസ് കഫേ ലൈവിലേക്ക് വീണ്ടും വീണ്ടും സ്നേഹ സ്വാഗതം. നമ്മൾക്ക് വിഷയത്തിലേക്ക് കടക്കും മുൻപ് ആദ്യം തന്നെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് ഓടി നമുക്ക് തിരിച്ചു വരാം. उस समय नारा लगा था इंडिया इज इंदिरा, इंदिरा इज इंडिया। ये इनकी सोच हो गई थी। ये प्रजातंत्र का गला घोटने वाले लोग। अब ये बात अलग है, अलहदी है कि राहुल गांधी जी ने इतिहास कम पढ़ा है, इसलिए उनको इतिहास की जानकारी कम है। वैसे भी पढ़ने लिखने का शौक शायद कम है, मालूम नहीं डिग्री टुगड़ी कितनी आई है, लेकिन इतिहास कम पढ़ा है। और मैं जानना चाहता हूं कांग्रेस पार्टी से, आजकल ये नेता बड़े संविधान की कॉपी लेकर के फिरते हैं, इनको इतिहास इन्होंने पढ़ा नहीं है। इनको चाहिए कि जाएं राजघाट पर और देश से जाकर के माफी मांगे महात्मा गांधी की समाधि पर, और देश से माफी मांगे जिन्होंने प्रजातंत्र का गला घोटा और देश को रोकने का प्रयास। कांग्रेस पार्टी ने 90 बार चुनी हुई सरकारों को गिराया है, 90 टाइम्स। ये प्रजातंत्र की रक्षा करेंगे? 90 बार चुनी हुई सरकारें गिराई। ഗംഭീരമായിട്ടുള്ള ഇന്ന് നദ്ദാജി നടത്തിയ സഭയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ് നമ്മളിപ്പോ കേട്ടത്. മറ്റൊന്നുമല്ല, ഇന്ന് 49 വർഷം തികഞ്ഞിരിക്കുന്ന ഒരു സുദിനമാണിന്ന്. എന്തിന്റെ 49 വർഷമാണ് എന്ന് ഓരോ പ്രേക്ഷകർക്കും സംശയമുണ്ടായിരിക്കാം. മറ്റൊന്നിന്റെയും അല്ല, ഭാരതത്തെ ഇരുണ്ട ഒരു നാൾ, അതല്ലെങ്കിൽ ഭാരതത്തിലെ ഏറ്റവും വലിയൊരു ഭീകരത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനെയൊക്കെ എടുത്ത് പറയാവുന്ന ഒന്ന് തന്നെയാണ് അടിയന്തരാവസ്ഥ, എമർജൻസി പീരീഡ് എന്ന ആ ഒരു 1975 ജൂൺ 25 നടന്ന അടിയന്തരാവസ്ഥ. അതിന്റെ 49ാമത് വാർഷികം തന്നെയാണ് ഇന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടു, രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും അടക്കമുള്ള ആളുകളൊക്കെ ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഭരണഘടന പിടിച്ച് എന്തൊക്കെ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ വലിയൊരു ഭാരതം നേരിട്ട ഏറ്റവും വലിയൊരു ഭീകരാന്തരീക്ഷം തന്നെയായിരുന്നു 1975 ജൂൺ 25 ഇന്ദിരാഗാന്ധി എന്ന അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആ ഒരു എമർജൻസി പീരീഡ്. സർ, ഇന്നത്തെ പുതുതലമുറയ്ക്ക് സത്യത്തിൽ അടിയന്തരാവസ്ഥ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു 1975 നടന്ന അടിയന്തരാവസ്ഥ, അത് എങ്ങനെയൊക്കെയായിരുന്നു ബാധിച്ചത് എന്ന രീതിയിൽ തുടക്കം മുതൽ തന്നെ ജസ്റ്റ് ഒന്ന് വിശദീകരിച്ച. അതായത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ 50 വർഷക്കാലം മുൻപ് 1974 നടന്നത്. അതായത് നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ ഘടന, രാജ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് പൊതുവെ നമ്മൾ പറയാറുണ്ട്, രാഷ്ട്രീയ വിദ്യാർത്ഥികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പറയും, നമുക്കൊരു പാർലമെന്റ് ഉണ്ട്, അത് നിയമനിർമ്മാണത്തിന് വേണ്ടിയാണ്. നമുക്കൊരു ഭരണഘടനയുണ്ട്, അത് ഭരണത്തെ വ്യവസ്ഥാപിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. നമുക്ക് കോടതിയുണ്ട്, ആ കോടതികൾ നിയമത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് പത്രങ്ങളുണ്ട്, അതായത് പാർലമെന്റും ഭരണഘടനയും കോടതിയും, അതായത് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും. എന്തെങ്കിലും തെറ്റിയാൽ അവിടെ നാലാമതൊരു തിരുത്തൽ ശക്തിയായി ജനാധിപത്യത്തിന്റെ 4ാമത്തെ നെടുന്തൂണായി പത്രങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ 5 വർഷക്കാലം പൂർത്തിയാകുമ്പോൾ പ്രധാനമന്ത്രിയാണെങ്കിലും അഥവാ പ്രസിഡന്റ് ആണെങ്കിലും പഞ്ചായത്ത് മെമ്പർ വരെയുള്ളവരെ മാറ്റി തിരഞ്ഞെടുക്കാനുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യവുമുണ്ട്. ഈ 5 കാര്യങ്ങളാണ് ഭാരതം എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തെ ഇന്നത്തെ രാജ്യമാക്കി തന്നെ നിലനിർത്തുന്നത്. എന്നാൽ അടിയന്തരാവസ്ഥ എന്ത് എന്ന ചോദ്യത്തിന് പലരും ഇത്ര വ്യക്തമായിട്ടുള്ള മറുപടി പറയാറില്ല, വ്യാഖ്യാനിച്ചു കൊടുക്കാറുമില്ല. അതുകൊണ്ട് 50 വർഷത്തിനും താഴെ ജനിച്ച ആൾക്കാർ, ഇന്ന് 50 വയസ്സോ 60 വയസ്സോ ഇല്ലാത്തവർക്ക് ഈ വസ്തുതകൾ എന്താണ് എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് വ്യക്തമായി സൂചിപ്പിക്കുന്നത്. 5 കാര്യങ്ങളെ ഡിസ്മിസ് ചെയ്ത ഏകാധിപത്യ ഭരണമായിരുന്നു അടിയന്തരാവസ്ഥ. അതായത് പാർലമെന്റ് ഇല്ല, പാർലമെന്റ് കൂടിയാലും ആ പാർലമെന്റിൽ പങ്കെടുക്കാൻ അതിലെ അംഗങ്ങൾക്ക് അവകാശമില്ല, അവർ ജയിലിലാണ്. ഭരണഘടന ഇല്ല, ഭരണഘടനയെ 142ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പുതിയൊരു ഭരണഘടനയാക്കി ഒരു വ്യക്തിയിലേക്ക് ചുരുക്കി. അതാണ് 1976 സംഭവിച്ച 142ാം അമെൻമെന്റ് കൊണ്ട് ഇന്ത്യയിലെ യഥാർത്ഥ ഭരണഘടനയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കി ചുരുക്കി. ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആർക്കും മനസ്സിലാവില്ല. അതാണ് ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനത്തിൽ ഉയർത്തിപ്പിടിച്ച ചെറിയ ഒരു ബുക്ക്.
അതെന്താണെന്ന് പലരും ചോദിക്കുന്നത് കേട്ടു. അപ്പോൾ പറഞ്ഞു അത് ഭരണഘടനയാണ്. ഭരണഘടനയെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഭരണഘടന ഇങ്ങനെ ഒരു പോക്കറ്റിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഭരണഘടനയല്ല. പക്ഷെ രാഹുൽ ഗാന്ധി എന്ന് ഉയർത്തി കാണിച്ചത് ഒരു പോക്കറ്റ് സൈസ് ഭരണഘടനയാണ്. ഈ ഭരണഘടന 1976 142 ഭരണഘടനാ ഭേദഗതിയിലൂടെ സാക്ഷാൽ മുത്തശ്ശി ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയെടുത്ത മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ മഹാരാജ്യത്തെ ഭരിക്കാൻ കഴിയുന്ന തരത്തിൽ എല്ലാ ഭരണാധികാരങ്ങളും ഭരണഘടനയുടെ മുഴുവൻ വകുപ്പുകളും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന തരത്തിൽ ഇന്ദിരാഗാന്ധി 142 ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 സൃഷ്ടിച്ച അതേ ഭരണഘടനയുടെ ചെറിയ രൂപമാണ് രാഹുൽ ഗാന്ധി അന്ന് ഉയർത്തിപ്പിടിച്ചത്. അതിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇതാ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ഇവിടെ നരേന്ദ്രമോദി നിസ്സഹായനായി നിൽക്കുന്നു. ഇന്ത്യ സഖ്യം ഗവൺമെന്റ് രൂപീകരിക്കാൻ പോകുന്നു, ഞങ്ങൾ സർവസജ്ജരാണ്, ഞങ്ങൾക്ക് വലിയ പിന്തുണ ലഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ വിളിച്ചു കൂട്ടിയ ആ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തി കാണിച്ചത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ സാക്ഷാൽ ഇന്ദിരാഗാന്ധി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ ഡിസ്മിസ് ചെയ്തിട്ട്, സാധാരണ സസ്പെൻഡ് ചെയ്യുക ചെയ്യുന്നത്, ഇത് ഭരണഘടനയെ ഡിസ്മിസ് ചെയ്ത് അറബിക്കടലിലല്ല നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഉയർത്തിയെടുത്ത മിനി ഭരണഘടന, ആ മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ് രാഹുൽ ഗാന്ധി എന്ന കൊച്ചുമകൻ പുറത്തെടുത്തത്. അതായത് ഇനി ഞങ്ങളാണ് ഭരിക്കുന്നത് എന്ന പ്രഖ്യാപനമായിരുന്നു അത്. ഈ പ്രഖ്യാപനം ഇതിനു മുൻപുണ്ടായിട്ടുണ്ട്. അതായത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി AICC പ്രസിഡന്റ് ആയിരുന്ന DK ബറുവ ഇത് പരസ്യമായിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് പ്രഖ്യാപിച്ചു. ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ. ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭരണഘടനയ്ക്ക് പ്രാധാന്യമില്ല, ഇവിടെ കോടതിക്ക് കാര്യമില്ല, ഇവിടെ പാർലമെന്റ് ഇല്ല, ഇവിടെ തെരഞ്ഞെടുപ്പില്ല, ഇനി പത്രങ്ങൾ ശബ്ദിക്കാനും പാടില്ല. ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ. എന്നാൽ ഒരു പടി കൂടി കടന്ന് ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയ ഒരു വ്യക്തിയാണ് കർണാടകത്തിലെ PCC പ്രസിഡന്റ് ആയിരുന്ന SK പാട്ടീൽ. അന്ന് ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് ഭരണമാണല്ലോ. ആ SK പാട്ടീൽ അന്ന് പറഞ്ഞു, എല്ലാ ഗവൺമെന്റ് ഉദ്യോഗങ്ങളും എല്ലാ പൊതുമേഖലാ സ്ഥാപനത്തിലെ ജോലികളും ഇനി കൊടുക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാത്രമാണ്. സർക്കാർ ജോലികൾ കോൺഗ്രസ് പാർട്ടി മെമ്പർമാർക്ക് സംവരണം ചെയ്യണം എന്ന് SK പാട്ടീൽ കർണാടക PCC പ്രസിഡന്റ് പറയുകയും നടപ്പാക്കുകയും ചെയ്തു. അപ്പോൾ അതിന്റെയും പിന്നിൽ പ്രവർത്തിച്ചത് ഇതേ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ പലരും ഇന്നും പറയാൻ ഭയപ്പെടുന്ന ചരിത്ര സത്യങ്ങളാണ്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് എനിക്ക് അന്ന്, അതായത് എനിക്ക് ആ കാലഘട്ടത്തിൽ ഞാനൊരു ചെറിയ കുട്ടിയാണ്. ഈ അടിയന്തരാവസ്ഥ നടക്കുന്ന സമയത്ത് എനിക്ക് ഏറി വന്നാൽ ഒരു 10 വയസ്സ് 12 വയസ്സ് പ്രായമാണുള്ളത്. ഞാൻ ഇന്ന് ഓർക്കുന്നു, പോസ്റ്റ് ഓഫീസിൽ ലൈസൻസ് അതുപോലെ ടാക്സ് അടയ്ക്കാനായിട്ട് പോകുന്നു. എന്താണ് ഈ പോസ്റ്റ് ഓഫീസിലെ ഈ ലൈസൻസും ടാക്സും എന്ന് പറയുന്നത്? സൈക്കിളിന് അന്ന് ലൈസൻസ് വേണം, ടാക്സ് വേണം. സൈക്കിളിന് അന്ന് ലൈസൻസ് വേണം. എനിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ആ സൈക്കിളിന്റെ ടാക്സ് അടയ്ക്കാൻ പോകുന്ന ഇന്ന് ഓർക്കുന്നു. എന്റെ ഓർമ്മയിൽ അത് 10 രൂപയാണ്. ഞാൻ പിന്നീട് അന്ന് വീട്ടിൽ റേഡിയോ ഉണ്ട്, ഒരു ചെറിയ റേഡിയോ ആണ്. ആ ചെറിയ റേഡിയോയ്ക്ക് അന്ന് 15 രൂപ ടാക്സ് അടയ്ക്കണമായിരുന്നു. അടിയന്തരാവസ്ഥയിലെ നിയമമാണ് അത്. പിന്നീട് ശരിയാണോ എന്നറിയാൻ പഴയ ലൈസൻസ് ബുക്ക് എടുത്ത് നോക്കി. റേഡിയോ ഒന്നും ഇപ്പൊ ഇല്ല, പക്ഷെ ലൈസൻസ് ബുക്ക് ഉണ്ടായിരുന്നു. 15 രൂപ അടച്ചതായിട്ട് രസീതുണ്ട്. സൈക്കിൾ അടച്ചത് രസീതുണ്ട്. സൈക്കിളിന്റെ പേരൊക്കെ എഴുതും. നമ്മുടെയൊക്കെ ചെറിയ കാലത്ത് ഹെർക്കുലീസ്, റാലി, BSA എന്നൊക്കെ പറഞ്ഞ സൈക്കിളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്കുണ്ടായിരുന്ന എന്റെ അച്ഛന്റെ കാലത്തുള്ള ഒരു സൈക്കിൾ. ആ സൈക്കിള് അംബാസഡർ എന്നാണ് പേര്. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇത് അംബാസഡർ എന്ന് പറയുന്നത് കാറല്ലേ? അപ്പൊ പറഞ്ഞു, ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ നിയമമില്ലാതിരുന്ന കാലത്ത് ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സൈക്കിളാണ് അംബാസഡർ സൈക്കിൾ. ഞാനത് വളരെ കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു. അന്നത് 10 രൂപ ലൈസൻസ് ഫീസ് അടയ്ക്കണം. അടിയന്തരാവസ്ഥയാണ്. അങ്ങനെയുള്ള ആ കാലഘട്ടം മുന്നോട്ട് വന്നിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 30 വർഷം പൂർത്തിയാകുമ്പോഴേക്കും ഈ 42ാം അമെൻഡ്മെന്റ് 1976 42ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന് അത് 21 മാസക്കാലം ഇന്ത്യ ഭരിച്ചു. അന്ന് 26 സംഘടനകളെയാണ് നിരോധിച്ചത്.
RSS ആയിരുന്നു അതിലെ ഏറ്റവും വലിയ സംഘടന. അഖിലേന്ത്യാ തലത്തിൽ 1,70,75,000 നേതാക്കന്മാരെയാണ് ജയിലിലടച്ചത്. കേരളത്തിൽ മാത്രം 7,500 പേരെയാണ് അന്ന് ജയിലിലടച്ചത്. ഇതിന്റെ കാരണം രാജ്നാരായണൻ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ദിരാഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ഭരണകൂടം നഗ്നമായിട്ടുള്ള നിയമലംഘനം നടത്തിക്കൊണ്ട് ഭരണപരമായ സ്വാധീനം ഉപയോഗിച്ചാണ് ആ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടത്. അതിന്റെ വസ്തുനിഷ്ഠമായ തെളിവുകൾ സഹിതമാണ് അലഹബാദ് ഹൈക്കോടതിയിൽ രാജ്നാരായണൻ, അതായത് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് മത്സരിച്ച നേതാവ് രാജ്നാരായണൻ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു. ഈ അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. ഇന്ത്യയെ ഞെട്ടിച്ച ഒരു വസ്തുതയായിരുന്നു അത്. കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കുന്നത്. തെളിവുകൾ വളരെ വ്യക്തമായിരുന്നു. എന്നാൽ മലയാളികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത ഒരു കൊടും ചതി നമ്മൾ മറക്കരുത്. അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയപ്പോ ലോകത്തെ ആദ്യത്തെ എന്ന് പലരും അവകാശപ്പെടുന്ന, എന്നാൽ രണ്ടാമത്തെ ആയ കേരളത്തിലെ EMS മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന VR കൃഷ്ണയ്യർ അന്ന് സുപ്രീം കോടതി ജഡ്ജിയാണ്. ഈ VR കൃഷ്ണയ്യരുടെ ബെഞ്ചിലാണ് ഇന്ദിരാഗാന്ധി ഈ കേസ് ഉന്നയിക്കുന്നത്. VR കൃഷ്ണയ്യർ എന്ത് ചെയ്തു? അലഹബാദ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കി MP സ്ഥാനം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഇന്ദിരാഗാന്ധിക്ക് MP ആയി തുടരാനും പാർലമെന്റിൽ വരാനും പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കാനുമുള്ള അധികാരമുണ്ട് എന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ വിധി പ്രഖ്യാപിച്ചു. ഈ ജസ്റ്റിസ് VR കൃഷ്ണയ്യരെയാണ് മഹാനായ നിയമജ്ഞനെന്ന് ഈ മഹാമണ്ഡന്മാരായ മലയാളികൾ ഇന്നും പോഴ്ത്തിക്കൊണ്ട് നടക്കുന്നത്. അദ്ദേഹം മരിച്ചുപോയെങ്കിലും ഈ സത്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മരിച്ചുപോയാലും ചെയ്ത പോകൃത്തനല്ലേ. ഇത് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ജസ്റ്റിസ് VR കൃഷ്ണയ്യരോടൊപ്പം എറണാകുളത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ രാഷ്ട്രീയ ചരിത്ര പണ്ഡിതനും ഗ്രന്ഥകാരനുമൊക്കെയായ നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ഡയറക്ടർ ആയിട്ടുള്ള, അതുപോലെ കുരുക്ഷേത്ര പ്രകാശന്റെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള, ഇന്നും സജീവമായി ഈ രംഗത്ത് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പണ്ഡിതൻ ശ്രീ ജെ നന്ദകുമാർജി ഈ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പങ്കെടുത്ത യോഗത്തിൽ സഹപ്രസംഗകനായി തൊട്ടടുത്ത കസേരയിൽ ഇരിപ്പുണ്ട്. അവിടെ വെച്ച് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ജെ നന്ദകുമാർജിയോട് പറഞ്ഞു, ഞാൻ ചെയ്ത ഏറ്റവും വലിയ അപരാധമായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് അനുമതി കൊടുക്കുന്ന തരത്തിൽ ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയായി തുടരാൻ സുപ്രീം കോടതിയിൽ വിധിച്ചത്. ഞാൻ ഇന്ന് ദുഃഖിക്കുന്നു. അദ്ദേഹം സ്വകാര്യമായിട്ടല്ല, ആ സമ്മേളനത്തിൽ മൈക്കിൽ കൂടി അത് പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ഇത്തരം പോയിന്റ്സുകൾ ഇന്ന് ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ വേണ്ടി പറഞ്ഞു തന്നത്. ഇത് അദ്ദേഹവും ഞാനും തമ്മിൽ നടത്തിയ രഹസ്യ സംഭാഷണമാണെന്ന് ഇത് കേൾക്കുന്ന ആരും വിശ്വസിക്കരുത്. ഇന്നത്തെ മംഗളം പത്രത്തിൽ അദ്ദേഹത്തിന്റെ ലേഖനം ഫുൾ പേജ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി അന്ന് പറഞ്ഞത്, സർക്കാരിനെ അട്ടിമറിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു, പട്ടാളത്തിലും പോലീസിലുമുള്ളവരോട് കലാപത്തിന് ആഹ്വാനം കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് രാജ്യം അപകടാവസ്ഥയിലാണ്, അതിനാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു എന്നാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റ് രാത്രി 10 മണിക്ക് ശേഷം ജോലിയെല്ലാം കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ കുളിക്കാനായിട്ട് ബാത്ത് ടബിൽ കയറി കിടക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പിടാൻ വേണ്ടി ഇന്ദിരാഗാന്ധിയുടെ ദൂതൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രപതി ഭവനിൽ എത്തുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുളിക്കാണ്, അത് കഴിഞ്ഞിട്ട് വരൂ, നിങ്ങൾ കാത്തിരിക്കുന്നു പറഞ്ഞു. അപ്പൊ കാത്തിരിക്കാനൊന്നും സമയമില്ല, ഇപ്പൊ തന്നെ ഒപ്പിടണമെന്ന് പറഞ്ഞിട്ട് ഡോറിന്റെ വാതിൽ കുറേശ്ശെ തുറന്ന് കുളിമുറിക്കകത്തോട്ട് പേനയും പേപ്പറും കൂടെ നീട്ടി അദ്ദേഹം ബാത്ത് ടബിൽ കിടന്നുകൊണ്ടാണ് ഒപ്പിട്ടതെന്ന് വരെ അന്ന് കാർട്ടൂണുകൾ ഉണ്ടായിരുന്നു. അത്രയും ഒരു പാവത്താനായ വിനീത വിധേയനായിരുന്നു അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ്. ക്ഷമിക്കണം, പ്രേക്ഷകർ ക്ഷമിക്കണം, മരിച്ചുപോയെങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഇതാണ് അന്ന് നടന്നത്. അതിന്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. രാജസ്ഥാനിലെ ഗ്രാമങ്ങളിൽ ഒരു കഷണം ബ്രെഡിന് വേണ്ടി ക്യൂ നിന്നിരുന്ന ജനങ്ങൾ 3000 പേര് വരെ ഉണ്ടായിരുന്നു ഒരു ക്യൂവിൽ എന്ന്
ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രം 17/9/1974 പത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഞാൻ ഈ പറയുന്ന വസ്തുതകൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ പുരുളിയ ജില്ലയിൽ 16 ലക്ഷം ജനങ്ങൾ 6 മാസക്കാലം അരിയോ ഗോതമ്പോ കിട്ടാതെ കാട്ടുകിഴങ്ങുകൾ കഴിച്ച് പച്ചില കഴിച്ച് ജീവിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് കൽക്കട്ടയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന സ്റ്റേറ്റ്സ്മാൻ എന്ന പത്രം 14/8/1974 കൃത്യമായി ഈ വസ്തുത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഗുജറാത്തിലെ സൗരാഷ്ട്ര, കച്ച് എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ പോഷകാഹാര കുറവ് മൂലം 1 ലക്ഷത്തിലധികം കുട്ടികൾക്കാണ് കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. ഹിന്ദുസ്ഥാൻ ടൈംസ് 8/10/1974 റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഞാനിത് ആണ്ടുമാസം തീയതി പത്രത്തിന്റെ പേര് സഹിതം പറയുന്നത് ആർക്കെങ്കിലും ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്താൽ ഈ വസ്തുതകൾ ഇന്നും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല, UNI റിപ്പോർട്ട് ചെയ്യുന്നു. 11/7/1974 UNI റിപ്പോർട്ടിൽ പറയുന്നു, ഉത്തർപ്രദേശിൽ ഓരോ മണിക്കൂറിലും ഓരോ കവർച്ചയോ കൊലപാതകമോ നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്നിട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 30 വർഷക്കാലത്തെ കോൺഗ്രസ് ഭരണത്തിൽ രാജ്യം എത്തിച്ചേർന്ന ഏറ്റവും അപകടകരമായ അവസ്ഥ പട്ടിണി കൊണ്ട് കലാപത്തിലേക്ക് ജനങ്ങൾ മാറുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ ഇത് തുറന്നു പറയാൻ ഇന്ദിരാഗാന്ധിക്ക് മടിയാണ്. കാരണം ഇന്ദിരാഗാന്ധിയുടെ ഭരണപരാജയമാണല്ലോ. അപ്പോൾ അങ്ങനെ പട്ടിണി കിടന്ന ജനങ്ങളാണ് ഇന്ദിരാഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോഴാണ് ഭരണകൂടം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചത്. നമ്മൾക്കിന്ന് കേട്ടാൽ ചിരി വരുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാൻ തോന്നാത്ത മറ്റു ചില യാഥാർത്ഥ്യങ്ങളും കൂടെ ഉണ്ട്. ഈ റേഷൻ കടകൾ വഴിയാണല്ലോ ഇപ്പൊ റേഷൻ കിട്ടുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് റേഷൻ കൊടുത്തിരുന്നത് പോലീസ് സ്റ്റേഷൻ വഴിയായിരുന്നു. നമ്മൾ കേട്ടാ വിശ്വസിക്കുമോ? നടന്ന കാര്യമാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? റേഷൻ കടകളില് കൊടുത്തുകൊണ്ടിരുന്ന അരിയുടെ വിഹിതം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 1 ഔൺസ് അരിയാണ് ഒരു മാസക്കാലത്തേക്ക് ഒരു വ്യക്തിക്ക് കൊടുത്തിരുന്നത്. അതായത് ഒരു വ്യക്തിക്ക് 30 ദിവസത്തേക്ക് 800 ഗ്രാം അരിയാണ് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് വിതരണം ചെയ്തത്. ഇതിനെ തുടർന്ന് അരി തികയാതെ വന്നപ്പോൾ അരിയും ഗോതമ്പും തികയാതെ വന്നപ്പോൾ മെയ്സ് പൊടിയും ഒക്കെയാണ് അന്ന് വിതരണം ചെയ്തത്. അങ്ങനെ ആ വിതരണം നടക്കുമ്പോൾ ജനങ്ങൾ പട്ടിണി കൊണ്ട് പൊറുതിമുട്ടി ഈ പറയുന്ന റേഷൻ കടകൾക്ക് മുമ്പിൽ തടിച്ചുകൂടുന്ന ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ ജനരോഷം പൊട്ടിത്തെറിക്കുമെന്ന് കണ്ടപ്പോൾ റേഷൻ കടകളുടെ അരി വിതരണ ഭക്ഷ്യ വിതരണ സംവിധാനം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. പോലീസ് സ്റ്റേഷനിലാകുമ്പോൾ തോക്കുണ്ട്, ജനക്കൂട്ടം കയറി ഇടപെട്ടാൽ ലാത്തിയുണ്ട്, പോലീസുണ്ട്, പേടിയുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനുകളെ റേഷൻ കടയാക്കി മാറ്റിയ കാലഘട്ടമായിരുന്നു ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലഘട്ടം. ഇത് പറയുമ്പോ ശ്രീമാൻ EMSനെ ഒരിക്കൽ കൂടി സ്മരിക്കാതിരിക്കാൻ വയ്യ. 1966 കാലഘട്ടങ്ങളിൽ EMSും ഈ പറഞ്ഞ പണി ചെയ്തിട്ടുണ്ട്. കേരളത്തില് പോലീസ് സ്റ്റേഷനിൽ കൂടെ റേഷൻ സാധനം വിതരണം ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമല്ലേ, അതാ റഷ്യയിലെ ചൈനയിലെയും ഒക്കെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതായിരിക്കും. പക്ഷെ സത്യം എന്താണ്? മനുഷ്യനെ പേടിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കൂടെ ഈ പറഞ്ഞ എല്ലാം വിതരണം ചെയ്ത ആളാണ് ശ്രീമാൻ EMS. ഇവിടെ ഇതിനെതിരെ ഒരു വലിയ ജനരോഷം ഉണ്ടായി. ആ ജനരോഷം രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യം മുഴുവൻ കത്തിപ്പടർന്നു. അങ്ങനെ രാജ്യം മുഴുവൻ ഉണ്ടായ ആ ജനരോഷത്തില് ശരാശരി പങ്കെടുത്തവരുടെ പ്രായം കണക്കാക്കപ്പെട്ടിട്ടുണ്ട് 21 വയസ്സാണ്. എന്ന് പറഞ്ഞാൽ ഒരു 15 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള ആൾക്കാരെ അന്ന് ഈ സമരരംഗത്ത് ഇറങ്ങി. അപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ജയിലിൽ കിടന്ന 1.25 ലക്ഷം പേരുടെ റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രായം പരിശോധിക്കുമ്പോൾ ശരാശരി പ്രായം 21 വയസ്സാണ്. നമ്മൾക്കറിയാം, കേരളത്തെ പിടിച്ചുകുലുക്കിയ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം പോലും നടന്നപ്പോ ആ സത്യാഗ്രഹികളുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 33 വയസ്സാണ്. എന്നാൽ ഇവിടെ അത് 21 വയസ്സായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിലെ മഹാരഥന്മാരായിട്ടുള്ള പ്രൊഫസർ MB മന്മഥൻ, EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, അരങ്ങിൽ ശ്രീധരൻ, KG മാരാർജി, O രാജഗോപാൽ, K രാമൻപിള്ള, P വിശ്വംഭരൻ, തമ്പാൻ തോമസ് എന്ന് തുടങ്ങിയ കേരളം അറിയപ്പെടുന്ന വലിയ നേതാക്കന്മാരൊക്കെ അന്ന് ജയിലിൽ പോയി. അതോടൊപ്പം 7500 പേര് ജയിലിൽ പോയി. എന്നാൽ അന്ന് ജയിലിൽ നിന്ന് 2 പേര് പുറത്തേക്ക് വന്നു. അതും ചരിത്രത്തിൽ നമ്മൾ അറിയേണ്ടത്, ആരും പറയില്ല. അല്ലെങ്കിൽ
ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ജയിലിൽ നിന്ന് പുറത്തു വന്ന് മന്ത്രിയായി. ഇന്ന് കോട്ടയത്തെ പാർലമെന്റ് മെമ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിസ് ജോർജിന്റെ പിതാവ് KM ജോർജ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിയായി. എന്താ കാരണം? ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെ മന്ത്രിയാകാം, ഇല്ലെങ്കിൽ അകത്ത് കിടന്ന് ഉണ്ട തിന്നാന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഉണ്ട വേണ്ട, മന്ത്രി മതി എന്ന് പറഞ്ഞ് പുറത്തു വന്ന മഹാന്മാരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇതായിരുന്നു ഇവരുടെ നിലപാട്. CPIയുടെ മുഖ്യമന്ത്രി C അച്യുതമേനോനാണെന്ന് കേരളം ഭരിച്ചത് 7 വർഷക്കാലം. എന്താ കാരണം? തെരഞ്ഞെടുപ്പുകൾ റദ്ദ് ചെയ്തിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പില്ല, അതുപോലെ തന്നെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പില്ല, അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ ഇല്ലാതായി. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ശ്രീ ജയപ്രകാശ് നാരായണൻ, മൊറാർജി ദേശായി, അടൽ ബിഹാരി വാജ്പേയി, ലാൽകൃഷ്ണ അദ്വാനി, RSSന്റെ സർസംഘചാലകായിരുന്ന ബാലാസാഹേബ് ദേവറസ്ജി, അശോക് മേത്ത, മധു ലിമായെ, രാജ് നാരായണൻ എന്നിവരെയൊക്കെ അന്ന് മിസ തടവുകാരായി പിടിച്ചു, ജയിലിലിട്ടു. അങ്ങനെ 1.25 ലക്ഷം നേതാക്കന്മാരാണ് ജയിലിൽ കിടന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? അതിന് പറയപ്പെടുന്ന കാരണങ്ങൾ ആഭ്യന്തര കലാപം എന്നാണ്. പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചപ്പോഴും ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോഴും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അത് നമുക്കറിയാം, ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഏതൊരു രാജ്യവും ആദ്യം ചെയ്യുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു യുദ്ധവുമില്ല. ഇന്ദിരാഗാന്ധി ഇലക്ഷനിൽ തോറ്റു എന്ന് പറയുന്ന ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. ആ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു എന്ന വ്യാജ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് ഏകാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണത്തിലൂടെ ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് നടത്തിയ ഒരു ഏകപക്ഷീയമായ ഏകാധിപത്യ ഭരണകൂടത്തിന്റെ തുടക്കമായിരുന്നു അടിയന്തരാവസ്ഥ. അന്ന് ഓർക്കണം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ 60 കോടിയാണ്, ഇന്ന് 144 കോടിയാണ്. അപ്പൊ 60 കോടി ജനങ്ങളുള്ളവരില് അന്ന് 45 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ കൺട്രോൾ വിട്ടുപോയി, ഭരണകൂടം അപ്രസക്തമായി. ഭരണകൂടത്തിന്റെ കയ്യിൽ ഭക്ഷണമില്ല, പണമില്ല, പണിയില്ല, തുണിയില്ല. ഞാൻ ഓർക്കുന്നു, എനിക്ക് 10-15 വയസ്സൊക്കെ പ്രായമുള്ളപ്പോ കിട്ടാനില്ലാത്ത വലിയൊരു കാര്യമായിരുന്നു തുണി. 2 വശം പ്രിന്റ് ചെയ്ത തുണി ഞാൻ 15 വയസ്സ് വരെ കണ്ടിട്ട് പോലും ഇല്ല. സാരി ആണെങ്കിലും കൈലി ആണെങ്കിലും വീട്ടിലൊക്കെ മേടിക്കുന്ന, അന്ന് ആ കാലത്ത് ചീട്ടിത്തുണി എന്നാ പറയാ. അത് ആ വാക്ക് പോലും കേട്ടിട്ടുള്ളവർ ഇന്ന് കാണുകയല്ല. ഈ ചീട്ടിത്തുണിയുടെ ഒരു വശമാണ് പ്രിന്റ്. അത് വലിയൊരു മാജിക്കൽ ക്ലോത്ത് ആയിരുന്നു. ഓരോ തവണ അലക്കി കഴിയുമ്പോഴും ഡിസൈൻ മാറും. അങ്ങനെ 2 ആഴ്ച തുടർച്ചയായിട്ട് അലക്കി കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളയായി, പിന്നെ ഡിസൈനും ഇല്ല, ഒന്നുമില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ ഇതൊക്കെ നടന്ന കാര്യമാണ്. ഞാൻ ഓർക്കുന്നു, അന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റികളും കോപ്പറേറ്റീവ് ബാങ്കുകളും വഴിയാണ് മനുഷ്യന് തുണി കൊടുത്തിരുന്നത്. ഈ തുണി കൊടുക്കുന്ന സമയത്ത് ഒരു കുടുംബത്തിന് ഇത്ര മീറ്റർ തുണി എന്ന് കണക്കുണ്ടായിരുന്നു. ഞാൻ ഇന്നും അത് കൃത്യമായിട്ട് ഓർക്കാൻ കാരണം, എന്റെ പിതാവ് ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ സ്ഥാപകനും പ്രവർത്തകനുമായിരുന്നു. അദ്ദേഹം രാത്രി 12 മണി വരെ നിന്ന് ജനങ്ങൾക്ക് 4 മീറ്റർ വീതം ചീട്ടിത്തുണി മുറിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഇവിടെ പോയി ഇത് കാണാൻ നിൽക്കും. അപ്പോൾ ഈ 4 മീറ്റർ എന്നുള്ളത് എന്റെ മനസ്സിൽ അന്നും ഇന്നും ഉണ്ട്. ഒരു കുടുംബത്തിന് 4-5 പേരുള്ള ഒരു കുടുംബത്തില് 4-5 മീറ്റർ തുണി മുറിച്ച് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് മുറിച്ച് അന്ന് തയ്യൽ കടയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഇതൊക്കെയാണ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് എന്റെ ചെറിയ ഓർമ്മയിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്ര ഭീകരമായ ദാരിദ്ര്യം ഉണ്ടാവാൻ കാരണം എന്താണ്? അഴിമതിയായിരുന്നു. അതായത് ഇന്ത്യ 30 കൊല്ലക്കാലം, അതിൽ 16 വർഷം ജവഹർലാൽ നെഹ്റുവും അതിനുശേഷമുള്ള കാലഘട്ടം ഇന്ദിരാഗാന്ധിയും അവരുടെ ശിൽബന്ധികളും ഭരിച്ചു കഴിഞ്ഞപ്പോ 60 കോടി ജനങ്ങളിൽ 45 കോടി പേർക്ക് തുണിയില്ല, അരിയില്ല, പണിയില്ല, പണമില്ല, മരുന്നില്ല, യാതൊന്നുമില്ല. അന്ന് ആശുപത്രിയിൽ ചെന്നാൽ ഒരു വലിയ ഗ്ലാസ് ഭരണി കാണാമായിരുന്നു. ഞാനിതൊക്കെ പറയുന്നത് ഒരു 60 വയസ്സുള്ള ആൾക്കാർക്ക് ഇത് ഓർമ്മിച്ചെടുക്കാൻ പറ്റും, അതുകൊണ്ടാണ്. അന്ന് ഏത് ഗവൺമെന്റ് ആശുപത്രി ചെന്നാലും ഒരു 25 ലിറ്റർ കൊള്ളുന്ന ഒരു ഗ്ലാസ് ഭരണിയുണ്ട്. ഈ ഭരണിക്കകത്തൊരു ചുവന്ന വെള്ളമുണ്ട്. ഇന്നിപ്പോ ആ ഒരു നിറം നമുക്ക് എടുക്കണമെങ്കിൽ കാരറ്റ് ജ്യൂസ് ഇല്ലേ, കാരറ്റ് ജ്യൂസിന്റെ നിറമുള്ള ഒരു വെള്ളമാണ്. അതിനെന്തോ ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. എന്ത് രോഗമായിട്ട് ചെന്നാലും ഡോക്ടർ കുറിക്കുന്ന ഈ ഒരൊറ്റ വെള്ളമേ ഉള്ളൂ. ഈ ഒരു വെള്ളം മേടിക്കാനായിട്ട് കുപ്പിയായിട്ടാണെന്ന് നാട്ടുകാർ പോകുന്നത്. അപ്പൊ ചിലര് ചെറിയ കുപ്പി, ചിലര് വലിയ കുപ്പി. ആ കുപ്പിക്കകത്ത് ഔൺസ് ഗ്ലാസ് കൊണ്ട് അളന്ന് ഒഴിച്ചു കൊടുക്കുന്ന ഈ സാധനവും വാങ്ങിച്ച് വാലുവാലെ ക്യൂ ആയിട്ട് ആൾക്കാർ പോകുന്ന ഒരു റോഡ് സൈഡിലാണ് എൻ്റെ വീട്.
അപ്പൊ ഞാൻ ഈ കാഴ്ച കാണാൻ പോകുമായിരുന്നു. ചിലരുടെ ചെറിയ കുപ്പി, ചിലരുടെ വലിയ കുപ്പി, ചിലരുടെ കയ്യിൽ 2 കുപ്പി. ഇതൊക്കെയായിരുന്നു അന്നത്തെ അവസ്ഥ. അല്ലാതെ ഇന്നത്തെ പോലെ മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുന്ന സാധനമൊന്നും അന്നില്ല. മെഡിക്കൽ സ്റ്റോറൊക്കെ ഉണ്ടായിട്ടധികം കാലമായില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു ദാരിദ്ര്യം മൂടി വെക്കാൻ വേണ്ടി പത്രങ്ങൾ പിടിച്ചു കെട്ടേണ്ട ആവശ്യം ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പത്രങ്ങൾ അന്ന് നിരോധിക്കപ്പെട്ടു. പല പത്രങ്ങൾ, ഇപ്പൊ ജന്മഭൂമി, MP മൻമഥൻ പത്രാധിപരായിരുന്ന ജന്മഭൂമിയൊക്കെ നിരോധിക്കപ്പെട്ട പത്രങ്ങളാണ്. മറ്റു പത്രങ്ങളില് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. ആര് എന്ത് കാര്യം എഴുതണമെങ്കിലും ആദ്യം കോൺഗ്രസ്സുകാര് പത്രം വായിച്ച് അതിന്റെ പ്രൂഫ് നോക്കി അപ്രൂവൽ കൊടുത്താൽ മാത്രമേ പിറ്റേ ദിവസം അച്ചടിക്കത്തുള്ളൂ. അപ്പൊ കോൺഗ്രസ് ഭരണമായിരുന്നു രാജ്യം മുഴുവൻ നടന്നത്. എന്ന് മാത്രമല്ല, ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് അയക്കുന്ന കത്ത് പോലും പൊട്ടിച്ചു നോക്കുമായിരുന്നു. ഒരു കറുത്ത ഒരു സാധനമുണ്ട്, ഒരു പെശ. അന്ന് കത്തൊക്കെ കിട്ടുമ്പോൾ അതെല്ലാം നേരത്തെ പൊട്ടിച്ചു വായിച്ച് വീണ്ടും ഒട്ടിച്ചാണ് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്നത്. കാരണം കത്തുകളിൽ കൂടി അന്ന് ഇപ്പം ഫോണില്ല, അന്ന് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഇല്ല, ലാൻഡ് ഫോൺ ഇല്ല. ലാൻഡ് ഫോണൊക്കെ തുടങ്ങി വരുന്ന കാലമാണ്. അന്ന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ കത്താണ്. അത് കവറുണ്ട്, ഇല്ലന്റ് ഉണ്ട്, കാർഡുണ്ട്. അതിൽ ഈ കാർഡിൽ എഴുതുന്നത് കാണാം, എല്ലാവർക്കും കാണാം. പക്ഷെ ഇല്ലന്റും കവറും കാണത്തില്ല. അപ്പൊ ഇല്ലന്റിലും കവറിലും എഴുതിയിരിക്കുന്നത് എന്താണെന്നുള്ള സർക്കാരിന് അറിയണം. പോസ്റ്റ് ഓഫീസിൽ വെച്ച് ഇത് പൊട്ടിച്ച് വായിച്ച് ഉറപ്പുവരുത്തി മാത്രമാണ് ആൾക്കാർക്ക് ഇത് എത്തിച്ചിരുന്നത്. ഇത്ര ഭീകരമായ ഒരു ഏകാധിപത്യം ഇന്ത്യയിൽ നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ആർക്കും ഇത് വിശ്വസിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ അന്ന് ഉയർത്തിപ്പിടിച്ച അതേ മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ് രാഹുൽ ഗാന്ധി 99 സീറ്റ് കിട്ടിയപ്പോഴേക്കും ഉയർത്തിപ്പിടിച്ചത്. അതായത് അവരുടെ DNA-യിൽ, കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ DNA-യിൽ ഈ ഏകാധിപത്യം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നും ആ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് നിലനിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് വളരെ വളരെ ഭീകരമാണ്. എന്നാൽ ഒപ്പം തന്നെ വളരെ വളരെ അത്യാവശ്യവുമാണ്. അല്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏത് സമയത്തും കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള, അതിന്റെ നേതൃത്വം പേറുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ സഖ്യം തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥയെ മടക്കി കൊണ്ടുവരാൻ മടിക്കില്ല. കാരണം ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ പ്രതിസന്ധി നേരിടുന്ന ആൾക്കാരെല്ലാം തന്നെ, രാഷ്ട്രത്തലവന്മാരെല്ലാം തന്നെ ഈ ഗതിയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാമല്ലോ, ചൈന തെരഞ്ഞെടുപ്പ് നിരോധിച്ചു. ഇപ്പോഴത്തെ പ്രസിഡന്റ് മരിക്കുന്നത് വരെ അദ്ദേഹമായിരിക്കും പ്രസിഡന്റ് എന്ന് ഭരണഘടന തിരുത്തി അംഗീകരിപ്പിച്ചു. നമുക്കറിയാമല്ലോ, റഷ്യ, പുടിൻ മരിക്കുന്നവരെ പുടിനായിരിക്കും പ്രസിഡന്റ്. ഒരു കാര്യത്തും അതിൽ മാറ്റമുണ്ടാവില്ല. നമുക്കറിയാമല്ലോ, കൊറിയ, കമ്മ്യൂണിസ്റ്റ് കൊറിയ. ഇങ്ങനെ ഏകാധിപതികളുടെ രാജ്യം മുഴുവൻ ഭരണഘടനയെ മാറ്റി എഴുതിക്കൊണ്ട് ഏകാധിപത്യത്തിന്റെ അടിയന്തരാവസ്ഥയിൽ ഇന്നും നിലനിന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരിക്കൽ അധികാരം കിട്ടിയാൽ അടിയന്തരാവസ്ഥയല്ലാതെ യാതൊരു മാർഗവും അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഓർമ്മകളും ചർച്ചകളും പഠനങ്ങളും പുതിയ തലമുറ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും വസ്തുതകൾ ആധികാരികമായ രേഖകളുടെ പിൻബലത്തോടുകൂടി പുതിയ തലമുറയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വിഷയം തീർച്ചയായും ഇന്ന് ചർച്ചക്കെടുത്തതിൽ ഞാൻ ബൈജുവിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. കാരണം ഈ വസ്തുതകളാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. കേവലം അടിയന്തരാവസ്ഥ അനുസ്മരണം എന്നുള്ളത് ഒരു ചടങ്ങ് പോലെ നടത്തുകയല്ല വേണ്ടത് എന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ വേണം എന്ന് ബൈജു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആശയങ്ങൾ തപ്പിയെടുത്ത് പുതിയ തലമുറയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറായത്. അതിനൊരു അവസരം തന്നതിന് ഞാൻ പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. ഇത്രയും ആശയങ്ങൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നമസ്കാരം. ഇപ്പൊ ഇതില് നമ്മള് തുടക്കം കാണിച്ച് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദാജിയുടെ വാക്കുകളായിരുന്നു. അത് നമ്മൾക്ക് ഇനി പ്രേക്ഷകർ ഇത് ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ അർത്ഥവത്തായിരിക്കും. ഒന്നുകൂടെ കണ്ടിട്ട് വരാം. इंडिया इज इंदिरा, इंदिरा इज इंडिया. ये इनकी सोच हो गई थी. ये प्रजातंत्र का गला घोटने वाले लोग. अब ये बात अलग है, अलहदी है कि राहुल गांधी जी ने इतिहास कम पढ़ा है, इसलिए उनको इतिहास की जानकारी कम है. वैसे भी पढ़ने लिखने का शौक शायद कम है, मालूम नहीं डिग्री कितनी आई है, लेकिन इतिहास कम पढ़ा है. और मैं जानना चाहता हूं कांग्रेस पार्टी से, आजकल ये नेता बड़े संविधान की कॉपी लेकर के फिरते हैं. इनको इतिहास इन्होंने पढ़ा नहीं है. इनको चाहिए कि जाएं राजघाट पर
और देश से जाकर के माफी मांगे महात्मा गांधी की समाधि पर, और देश से माफी मांगे जिन्होंने प्रजातंत्र का गला घोटा और देश को रोकने का प्रयास। कांग्रेस पार्टी ने 90 बार चुनी हुई सरकारों को गिराया है, 90 टाइम्स। ये प्रजातंत्र की रक्षा करेंगे? 90 बार चुनी हुई सरकारें गिराई। അതില് നദ്ദാജി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവരാണ്. പറയൂ സർ. നദ്ദാജി പറഞ്ഞ പ്രധാന പോയിന്റ് ഉണ്ട്. 90 തവണ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ പിരിച്ചുവിട്ട ചരിത്രമാണ് ഇന്ത്യയിലുള്ളത്. EMS നമ്പൂതിരിപ്പാടിനെ പിരിച്ചുവിട്ടപ്പോ അന്നത്തെ BJP, അന്നത്തെ RSS, അതിന്റെ രാഷ്ട്രീയ മുഖത്തിന്റെ പേര് അന്നുള്ളത് ജനസംഘം എന്നാ. ഈ അടൽ ബിഹാരി വാജ്പേയി, ലാൽകൃഷ്ണ അദ്വാനി, മുരളി മനോഹർ ജോഷി അടക്കമുള്ളവർ മലപ്പുറത്ത് വന്ന് സമരം നടത്തിയിട്ടുണ്ട്, കേരളത്തിൽ വന്ന് സമരം നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ചെയ്തത് മഹാപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്യമായിട്ട് ഡൽഹിയിൽ സമരം നടത്തിയിട്ടുണ്ട്. അതായത് EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇന്നത്തെ BJP. അന്ന് അതിന്റെ പേര് ജനസംഘം എന്നാണ്. 90 തവണയാണ് ഈ കോൺഗ്രസ്സുകാര് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ പിരിച്ചുവിട്ടത്. പക്ഷെ ഒരൊറ്റ തവണ പോലും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തെയും BJP ഗവൺമെന്റ് പിരിച്ചുവിട്ടിട്ടില്ല, ഇനിയൊട്ട് പിരിച്ചുവിടുകയുമില്ല. സർ, ഇവര് ഇന്ത്യ മുന്നണി വലിയ അഭിമാനമായിട്ട് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഇടതുപക്ഷമൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയായിട്ട് തന്നെയാണല്ലോ നിലകൊള്ളുന്നത്. ഇവർ എല്ലാ കാലത്തും ഇപ്പോ പഴയ കാലത്ത് ഛർദ്ദിക്കുക പിന്നീട് വാരി തിന്നുക എന്നൊരു പഴമൊഴി ഇവരെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ പറയുന്ന EMS തന്നെ അദ്ദേഹത്തെ തന്നെ പിരിച്ചു വിട്ടിട്ടുള്ള ചരിത്രമൊക്കെ മറന്നുകൊണ്ട് ഇന്ന് അതേ കോൺഗ്രസ്സുകാരുടെ പിന്നാലെ പോകുന്നു. എന്നിട്ട് അവർ കൊടുക്കുന്ന മുദ്രാവാക്യമാണ് ഏറ്റവും വലിയ രസം. ഭരണഘടനയെ രക്ഷിക്കാൻ ഇന്ന് എന്റെ നാട്ടിലൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ കാവലാൾ എന്നാ കൊടുത്തിരിക്കുന്നത്, ഭരണഘടനയുടെ കാവലാൾ എന്നാ കൊടുത്തിരിക്കുന്നത്. നാണവുമാൻ ഇല്ലാത്ത ഈ വർഗത്തോട് എന്താണ് സാർ പറയുക? കാരണം പറഞ്ഞോളൂ സാർ. അല്ല, ഭരണഘടനയെ പരിച്ഛേദമായിട്ട് തുടച്ചു മാറ്റിയ ഒരു കോൺഗ്രസ് പാർട്ടിയും അവരുടെ നേതാക്കളാണ് പറയുന്നത് ഭരണഘടനയെ രക്ഷിക്കാൻ. 90 തവണ പിരിച്ചുവിട്ടു, 100 കണക്കിന് തവണ ഭരണഘടന തിരുത്തുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ തിരുത്തിയപ്പോഴൊക്കെ അവരുടെ ഏകാധിപത്യത്തെ അരക്കിട്ടുറപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ അതിന്റെ പിന്നിലുണ്ടായിരുന്നുള്ളൂ, മറ്റു യാതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവരാണ് ഇന്ന് ഭരണഘടനയെ സംരക്ഷിക്കും എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ ഉയർത്തി കാണിച്ചത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അമ്മൂമ്മയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഇറങ്ങിയിരിക്കുക. ചോദിക്കണം പുതിയ തലമുറ. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ സാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് പറയാൻ തോന്നുന്നത്, വരാൻ പോകുന്ന പുതിയ വിദ്യാഭ്യാസ നയം തീർച്ചയായിട്ടും ഈ വിഷയം പാഠ്യ വിഷയമാക്കണം. അത് സ്കൂൾ ലെവലിലും യൂണിവേഴ്സിറ്റി ലെവലിലും. അടിയന്തരാവസ്ഥ എന്നുള്ളതും ഇന്ത്യൻ ജനാധിപത്യവും എന്നുള്ളത് പാഠ്യ വിഷയമാക്കണം, പഠന വിഷയമാക്കണം, ഗവേഷണ വിഷയമാക്കണം. ഇല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ദേശീയ വിദേശീയ അട്ടിമറിക്ക് വിധേയമായി കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നാൽ വീണ്ടും അടിയന്തരാവസ്ഥയിലേക്ക് വഴുതി വീഴുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് പഠന വിഷയമാക്കണം, ഇന്ത്യ മുഴുവൻ ഇത് ചർച്ച ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. എന്തായാലും ഭരണഘടനയെ അട്ടിമറിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തവർ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ലോക്സഭയിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്ന സമയത്ത് പറയുന്നത് കേട്ടും, ഞങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കാൻ കാവലാളായി ഇതാ വരുന്നു രാഹുൽ ഗാന്ധി, വയനാട്ടിൽ നിന്നാണ് വരുന്നത്, അതല്ലെങ്കിൽ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന്. ഇപ്പൊ അത് ഉപേക്ഷിച്ച് വയനാട് ഉപേക്ഷിച്ച് വേറെ മണ്ഡലത്തിൽ നിന്ന് പേര് പറയേണ്ടി വരും. ഏതായാലും ഈ കാവലാളുടെ യഥാർത്ഥ മുഖം ഇതാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം 75-ന് ശേഷം പിറന്നിട്ടുള്ള ഒരാൾക്കും സത്യത്തിൽ ഇന്ന് ഒട്ടും ഓർമ്മയില്ല. ഇനി 75-ന്റെ ആ സമയത്ത് പിറന്നവർക്കും ഓർമ്മയുണ്ടായിരിക്കില്ല, കാരണം അവർക്ക് നല്ല വയസ്സന്മാരായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് 50 വയസ്സിന് മുകളിലായിട്ടുണ്ടായിരിക്കാം. കുട്ടിക്കാലത്ത് നടന്ന കാര്യം അവർക്കും ഓർമ്മയുണ്ടാവില്ല. അപ്പം പുതുതലമുറയായാലും പഴയ തലമുറയായാലും ഈ 1975-ൽ നടന്ന ഈ കൊടും ദുഷ്ടതയെ കുറിച്ച് കൃത്യമായിട്ടും അറിയുക തന്നെ വേണം. ജയസൂര്യൻ സാർ പറഞ്ഞ പോലെ തന്നെ വരാനിരിക്കുന്ന
തലമുറയ്ക്ക് ഇതൊരു പാഠ്യവിഷയമാക്കി വെക്കുക തന്നെ വേണം. എന്തായിരുന്നു നമ്മുടെ ഭാരതത്തിന്റെ ഈ ഇപ്പൊ മതേതരത്വത്തെ കുറിച്ചൊക്കെ വല്ലാതെ ഉയർത്തിക്കാട്ടുന്ന, ജനാധിപത്യത്തെ കുറിച്ചൊക്കെ വല്ലാതെ പുകഴ്ത്തി പാടുന്ന പാണന്മാരായിട്ടുള്ള ഈ കോൺഗ്രസ്സുകാരൊക്കെ, അതല്ലെങ്കിൽ ഇന്നത്തെ ജനതയൊക്കെ പൂർണ്ണമായിട്ടും അറിയേണ്ടത് ഇതിനെ അട്ടിമറിച്ചുകൊണ്ട് കറുത്ത നാളുകൾ സമ്മാനിച്ച, ലോകത്തിനാകെ നാണക്കേടാക്കി ഭാരതത്തെ താഴെ തട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു ഇന്ദിരാ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു ഭരണാധികാരിയുടെ യഥാർത്ഥ ദുഷ്ടമുഖം, അവരെ അനുകരിച്ചുകൊണ്ട് ഇന്ന് വീണ്ടും ഭാരതത്തെ ഈ ജനാധിപത്യ അത് അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും അടിയന്തരാവസ്ഥ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളെന്ന് വ്യംഗ്യാർത്ഥത്തിൽ കൃത്യമായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അന്നത്തെ ആ ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ പേടിക്കുക തന്നെ വേണം. കാരണം ലോകത്താകമാനമുള്ള രാജ്യദ്രോഹ ശക്തികൾ, അതല്ലെങ്കിൽ ഭാരതത്തിന്റെ അകത്തുള്ള രാജ്യദ്രോഹ ശക്തികൾ, ഇവരെല്ലാവരും കൂട്ടിച്ചേർന്ന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് NDA എന്ന് പറയുന്ന ഭാരതത്തിന്റെ ആ ശക്തിക്കെതിരെ യുദ്ധത്തിനിറങ്ങുമ്പോൾ ഒരു പക്ഷേ അവർ ഈ പറയുന്ന ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ ചില പക്ഷത്തൊക്കെ ചില സമയങ്ങളിലൊക്കെ അധർമ്മം ജയിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് നമ്മൾക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും. അത്തരത്തിൽ ഏതെങ്കിലും കാലത്ത് ഈ അധർമ്മം വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുക നാളെ ഇത് തന്നെയായിരിക്കും എന്നുള്ള ഒരു സാക്ഷ്യപ്പെടുത്തൽ തന്നെയാണ് ഈ ഒരു വിഷയം നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കാനുണ്ടായ കാരണം. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ജയസൂര്യൻ സാർ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അതിന്റെ പൂർണ്ണതയോടുകൂടി തന്നെ എത്തിച്ചു. അതുപോലെ തന്നെ ജയനന്ദകുമാർ സാറോട് കൂടി നന്ദി പറയേണ്ടതുണ്ട്, അദ്ദേഹത്തിന്റെ പോയിന്റുകൾ കൂടി ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തത് കൊണ്ട്. എന്തായാലും നമ്മുടെ വിശിഷ്ടാതിഥി ജയസൂര്യൻ സാറിനും അതുപോലെ നന്ദകുമാർ സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ സെഷൻ അവസാനിപ്പിക്കാം സാറിന്റെ അനുമതിയോട് കൂടിയിട്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.